അതിനൊക്കെ അപ്പുറത്ത് കുറച്ച് ക്രൈം സ്വഭാവം അല്ലെങ്കിൽ അതിനൊരു ആന്റി സോഷ്യൽ സ്വഭാവമുണ്ട്. എനിക്ക് തിരിച്ചും പറയാൻ അതന്നെയുള്ളത്. എന്നെ പോലീസ് സ്റ്റേഷനിൽ, തൃപ്പൂണിത്തറ പോലീസ് സ്റ്റേഷനിൽ എന്നെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ഗൂഢാലോചന ഉണ്ട്. ആ ഗൂഢാലോചന എല്ലാവരും തെളിയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഞാൻ ഇസ്ലാമിലേക്ക് ടിനി ടോം എന്ന് പറഞ്ഞ ചേട്ടൻ്റെ ഡ്രൈവറെയും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറുടെ മകനെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തു എന്നാണ് പറഞ്ഞത് അടുത്തത് ആരോപണം. പിന്നെ അവിഹിത കഥകളുടെ ഘോഷയാത്ര. വളരെ ഗുരുതരമായിട്ടുള്ള കാര്യം. ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ആൾക്കാരാ. പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ പേര് അൻസിബ ഹസൻ എന്നായതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്താ ഫീൽ ചെയ്യാൻ? കേസ് കൊടുക്കുന്നത് ഇതൊന്നുമല്ല എൻ്റെ പ്രശ്നം. ഞാൻ ഇവരൊക്കെ കൂടെ ആയിരുന്നല്ലോ ഇത്ര നാൾ വർക്ക് ചെയ്തത്. എന്നെ അങ്ങനെയാണോ കണ്ടതെന്നല്ല ഞാൻ ചിന്തിക്കുക. ഞാൻ ഇത്രയും നാൾ അവസാനം ഞാൻ റിസൈൻ ചെയ്ത ദിവസം ഞാൻ ശ്വേത ചേച്ചിക്ക്, പ്രസിഡന്റിന് ഞാൻ വാട്സപ്പിലിട്ടു ഈ നോട്ട്, ഞാൻ ജോലി തിരക്ക് കാരണം റിസൈൻ ചെയ്യുകയാണെന്ന്. സെക്രട്ടറി കുക്കു പരമേശ്വരൻ ചേച്ചിക്കും ഞാൻ ഇട്ടു. പിന്നെ അമ്മയുടെ ഒഫീഷ്യൽ മെയിലിലേക്കും ഞാൻ ഇട്ടു. എന്നെ വിളിച്ച് ചോദിച്ചത് സെക്രട്ടറിയാണ്, ശരിക്കും എന്താണ് റീസൺ. അപ്പം ഞാൻ ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് സെക്രട്ടറി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അൻസിബ ഈ റീസൺ നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നു. ഞാൻ പറഞ്ഞു, ഇല്ല ചേച്ചി, എനിക്കിനി വയ്യ, ഞാൻ ഒന്നിനുമില്ല. ഞാൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ സമാധാനമാവുമല്ലോ, തീർന്നല്ലോ, കഴിഞ്ഞു. ഞാൻ അത്രേ വിചാരിച്ചു. നോക്കാം, വരുമോ വരൂല. ഞാനിപ്പോ അങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാ തോന്നുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് സില്ലിയാ. അതെ, എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഗൂഢാലോചന നടത്തുന്ന ഒരാളായിട്ട് തോന്നുന്നുണ്ടോ? വലിയ പ്രതീക്ഷയോടുകൂടി നമുക്ക് കഴിഞ്ഞ പ്രതിസന്ധി നമ്മൾ കണ്ടതാണ്, നമ്മളൊക്കെ അതിന്റെ ഭാഗമായി നിന്ന ആളുകളാണ്. അപ്പോൾ അതിനുശേഷം ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു വുമൺ ഓറിയന്റഡ് കമ്മിറ്റി, ഞാൻ അവിടെ എനിക്ക് ആകെ ഒരു പ്രശ്നം ഞാൻ കണ്ടത് എതിരില്ലാതെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് മാത്രമാണ്. വുമൺ ഓറിയന്റഡ് കമ്മിറ്റി വന്നു, അത് വലിയ ഒരു മാറ്റം അമ്മയിൽ വരുന്നു എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു മാറ്റം അവിടെ സംഭവിക്കാൻ പോണില്ല, വെറും തെറ്റിദ്ധാരണമാണ്. അങ്ങനെ വല്ല മാറ്റം ഇത്രയും നാളായിട്ട് വന്നോ? അങ്ങനെ ഇത്രയും നാളായിട്ട് വല്ല മാറ്റം വന്നോ? അവിടുന്ന് പോയ ആളുകളെ തിരിച്ചു വിളിച്ചോ? തിരിച്ചു കൊണ്ടുവന്നോ? ഇതൊന്നും നടന്നിട്ടില്ലല്ലോ. ഇതൊന്നും ചോദിക്കാൻ നിങ്ങളാരും ചോദിക്കാറുമില്ല. ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് നിങ്ങളാരും ചോദിക്കുന്നില്ല എന്ന്. ഇനിയെങ്കിലും ചോദിക്കാലോ. സഹകരണം എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള അമ്മയായിട്ടുള്ള ഒരു സഹകരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അമ്മ അസോസിയേഷനിൽ 506 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. 2 പേര് ഈ അടുത്ത് മരണപ്പെട്ടു. ഇപ്പോൾ 504 മെമ്പേഴ്സാണുള്ളത്. അതിൽ 400ഓളം പേര് ആക്റ്റീവായിട്ടുള്ള ആൾക്കാരാണ്. അവിടുത്തെ മെമ്പേഴ്സ് പാവങ്ങളാണ്. അവിടെ ഉള്ള മെമ്പേഴ്സിൽ 90% ആളുകൾക്കും വർക്കില്ലാത്തവരാണ്. മുന്നേ സിനിമകൾ അഭിനയിച്ചവരും ഇപ്പം മറ്റ് തൊഴിലുകൾ കൊണ്ട് ജീവിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരാണ്. അതിൽ തന്നെ വളരെ നിർധനരായിട്ടുള്ള ആളുകൾക്കൊക്കെ മെഡിസിൻ കൊടുക്കുന്നുണ്ട്, പിന്നെ അല്ലാതെ കൈനീട്ടം കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ ആ അസോസിയേഷനെ കുറ്റം പറയൂല. ആ അസോസിയേഷനിലുള്ള ചില വ്യക്തികൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അത് ആ അസോസിയേഷന് ചീത്തപ്പേരായി മാറും. ഇപ്പോൾ AMMA എന്നൊക്കെ പലരും വിളിച്ചപ്പോൾ ഞാനാണ് ഏറ്റവും മുന്നിൽ നിന്നിട്ട് അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞത്. ഞാനത് അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനെ റെപ്രസെൻ്റ് ചെയ്ത് നിന്ന ആളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രതികരിച്ച ഒരാളാണ്. ആ അസോസിയേഷനിലുള്ള മറ്റുള്ള ആൾക്കാരെ എനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. എന്നെ എല്ലാവരും വിളിച്ച് സപ്പോർട്ട് ചെയ്യാണ്. മോളെ കൂടെ ഞങ്ങളുണ്ട് എന്ന് എല്ലാവരും പറയണത്. ഞാനിപ്പോഴും അതൊന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോഴും ഇത് പറയില്ലായിരുന്നു. ഞാൻ അന്ന് രാജിവെച്ചപ്പോൾ ഇട്ട ആ നോട്ട് തന്നെ നിർത്തിയതായിരുന്നു. ഇനി മതി, കഴിഞ്ഞു. ഇതിപ്പോ പ്രൊവോക്ഡ് ആയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഞാൻ പറഞ്ഞത് അമ്പലമാണെങ്കിലും ക്രിസ്ത്യൻ പള്ളിയാണെങ്കിലും മുസ്ലിം പള്ളിയാണെന്നുണ്ടെങ്കിലും ഒരു ടൈറ്റിൽ സ്പോൺസർഷിപ്പ് ചെയ്യാൻ പാടില്ല, ഡൊണേഷൻ വാങ്ങിക്കാം. അമ്മ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ആ ആക്ട് പ്രകാരം ഡൊണേഷനാണ് വാങ്ങിക്കേണ്ടത്. ഏത് ഈ കുഞ്ഞുവായിൽ വലിയ വർത്താനം പറയണതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. ഞാൻ മമ്മൂക്കാക്കും ലാലേട്ടനും എൻ്റെ ഈ കഴിഞ്ഞ ലാസ്റ്റ് EC കൂടിയപ്പോഴാണ് എൻ്റെ രാജി പ്രസിഡന്റ് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പൊക്കെ ഇറക്കിയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മമ്മൂക്കക്ക് ലാലേട്ടന് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ പോണത്, നിങ്ങൾ അറിയണം, അത്രയേ ഉള്ളൂ, വേറെ ഒന്നിനും വേണ്ടിയില്ല, അവരറിയണം. എനിക്ക്